അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നുള്ളത് ഹോസ്പിറ്റലിലേക്കാണ്. എനിക്ക് അലർജി ആയിട്ട് ചൊറിച്ചിൽ പറ്റ കാക്കും കൈക്കെല്ലാം കാണുമ്പോൾ മനസ്സിലാവല്ലോ. അപ്പോൾ അത് കാണിക്കാനും വേണ്ടിയിട്ട് പോവാന്ന്. അപ്പോൾ അവിടെ എത്തിയിട്ട് ടോക്കൺ എടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പോവാന്ന്. ഭയങ്കര വെയിലല്ലേ, കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. അപ്പം നമുക്ക് വണ്ടി കയറിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് എനിക്ക് വേറൊരാൾ പറഞ്ഞതാണ്. ഇന്നടുത്ത് ഒരു സ്കിന്നിൻ്റെ ഡോക്ടറുണ്ട്, അവിടെ കാണിച്ചു നോക്കുന്നത്. ഞാൻ കുറേ ഡോക്ടറെ കാണിച്ചു, ഞങ്ങൾക്കൊരു മാറ്റമില്ല. അങ്ങനെ നമ്മൾ ക്ലിനിക്കിലേക്ക് എത്തി ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ ഡോക്ടറിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് 1.5 മണിക്കൂർ വരെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അതുവരെ ഇങ്ങനെ നിൽക്കണമെന്ന് വെച്ചിട്ട് ഉമ്മാനെ എന്നാൽ ചായ കുടിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് ചായ കുടിക്കാൻ പോയതാന്ന് കേട്ടോ. ഞാൻ കുറേ ഡോക്ടർക്ക് കാണിച്ചിന് ഇങ്ങനെ ചൊറിച്ചിലായിട്ട്. എനിക്ക് ഏത് ഡോക്ടർക്കും കാണിച്ചിട്ട് ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ എന്നോട് വേറെ ആൾ പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ എന്തായാലും മാറും, കാണിച്ചു നോക്കുന്നത്. അങ്ങനെ പോയതാണ്. അങ്ങനെ പിന്നെയും ചായലും കുടിച്ചിട്ടായിട്ട് പിന്നെയും ക്ലിനിക്കിൽ വന്നിട്ട് അവിടെ ഇരുന്ന്. അപ്പോൾ കുഞ്ഞു ഉറങ്ങിയോളൂ. കുറേ കളിച്ചതിന് ശേഷം കുഞ്ഞു ഉറങ്ങി, എൻ്റെ ഉമ്മാവും ഉറങ്ങി. അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ മരുന്നിനെല്ലാം എഴുതി തന്ന്. ഡോക്ടർ ഇനി 21-ാം തീയതി പിന്നെയും പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മരുന്നെല്ലാം വാങ്ങി നമ്മൾ റിക്ഷയിൽ കയറി ഒരു ജ്യൂസും പിന്നെ അനിയനും ചായക്കൂട്ടുന്നെല്ലാം വാങ്ങിയിട്ട് നമ്മൾ റിക്ഷ കയറിയിട്ട് നേരെ പുരയിലേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്ന് വൈകുന്നേരം ഇങ്ങനെ പുറത്ത് കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇവിടെ നടക്കാന്ന് കേട്ടോ. കുഞ്ഞിക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം ഉമ്മ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതായിട്ടായിട്ട് വേണം അവളെ കുളിപ്പിക്കാൻ. നമ്മൾ രണ്ടാമത്തെ വായ കൊലക്കുന്നുണ്ട് അല്ലേ? കൊലെല്ലാം വന്നതിന് വീണം എല്ലാം നട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മ ചക്കിളി അച്ചാറിലിട്ട്, അച്ചാറല്ല മുളക് പൊടി സിർക്കയോ പുളിയെല്ലാം ഇട്ടിട്ടൊരു സാധനം ആക്കിയിട്ട് അങ്ങനെ തിന്നാണ്. TV നോക്കിക്കൊണ്ട് തിന്നാനാണ്. നമ്മൾ വീഡിയോ കല്ലുരാവിൽ ഞാൻ അന്ന് കാണിച്ചിട്ടുള്ള വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു സാധനം വെക്കുന്നത് തിന്നി കണ്ടി. പിന്നെ നമ്മന്നെ ആക്കിയത് വെറുതെ ആക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇപ്പം നമുക്ക് TV നോക്കിക്കൊണ്ട് തിന്നാം. അങ്ങനെ ഗൈസ് ഇവിടെ നല്ല മഴയാണ്. കറണ്ടിൽ പോയി, മഴ ഇടി എല്ലാം ഉണ്ട്. നമ്മെല്ലാരും ഇതിവിടെ കുഞ്ഞു നടുവിലുണ്ട്. നമ്മെല്ലാരും ഇവിടെ ഇരിക്കാന്ന് വട്ടത്തില്. ഞാനിത് കട്ടാക്കൂല, ഇത് കട്ടാക്കൂല. അപ്പൊ അങ്ങനെ ഇരിക്കാന്ന്. തന്നെ കറണ്ട് വരുമോ ഇല്ലയെന്ന് അറിയില്ല. ഇന്നത്തെ ബിഗ് ബോസ് എല്ലാം പോയി ഗൈസ്. ബിഗ് ബോസ് എല്ലാം നോക്കണം വിചാരിച്ചിട്ടുണ്ടായതാണ്. അപ്പൊക്കെ എന്താക്കല് കറണ്ട് പോയി. ഇനി കറണ്ട് വന്ന്. അപ്പൊ നമുക്ക് ബിഗ് ബോസ് കാണാം. അങ്ങനെ ആ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ കടന്നിറങ്ങിയത് പിറ്റേന്നാണ്. അപ്പോൾ മുന്തിരി പൂങ്ങാൻ വേണ്ടിയിട്ട് തീമ വെച്ചിട്ടുണ്ടായിന്. കുഞ്ഞിക്ക് ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് പൂങ്ങിയിട്ട് അങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് എനിക്കും ഉമ്മാക്കും മറന്ന് ഗൈസ്. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഓത്തിട്ട് വരുമ്പോഴേക്ക് മുന്തിരിയിലത്തെ വെള്ളവും പറ്റി മുന്തിരിയെല്ലാം നനഞ്ഞ് അങ്ങെത്തി. പിന്നെ കുഞ്ഞിക്ക് കൊടുക്കാനുള്ള കായ് ഇപ്പുറത്തെ അടുപ്പിൽ അപ്പച്ചമ്പിൽ വെച്ചിട്ടുണ്ടായിന്. പൂങ്ങിയിട്ട് ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കലാന്നിട്ടാ ഞാൻ. അപ്പം അങ്ങനെ ആകുമ്പോൾ പിന്നെയും ഓള് കുടിക്കുക. പണിയെല്ലാം കഴിഞ്ഞ് മുറ്റത്ത് പോയി നോക്കുമ്പോഴൊക്കെ നല്ല മഴ ഗൈസ്. ഇന്നലെ രാത്രി പെയ്യാങ്ങിന മഴയാണ് കേട്ടാ. രാത്രി ഇടിയും മഴ എല്ലാം ഉണ്ടായിന്. ഇപ്പൊ കുറച്ച് കുറഞ്ഞതാണ്. നിങ്ങളവിടെ എല്ലാം മഴയും ഇടിയെല്ലാം ഉണ്ടായിനാ? അങ്ങനെ കുഞ്ഞിക്ക് കായ് ജ്യൂസ് അടിച്ച് കൊടുക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ എന്തുമ്മ ആ കറുത്ത സാധനം കളയണം. കളഞ്ഞിട്ടാന്നിട്ട് നമ്മ കുഞ്ഞിക്ക് ജ്യൂസ് അടിച്ചിട്ട് കൊടുക്കല്. അവള് കുടിക്കലൊന്നുമില്ല വലിങ്ങനെ, എന്നാലും കുറച്ച് വായിലിടും. അപ്പോൾ രാവിലത്തെ അത് കായാണ് കേട്ടോ കൊടുക്കുന്നത്. രാവിലെ ജ്യൂസ് അടിച്ചിട്ട് ഉച്ചക്ക് എന്താ കൊടുക്കുന്നത് നമുക്ക് ഞാൻ കാണിച്ചു തരാം. കായ് ഇതെല്ലാം കളഞ്ഞിട്ട് ജ്യൂസ് മിഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂട്ടിയിട്ട് ജ്യൂസ് അടിച്ചെടുക്കാം. ഒരു കട്ടിയിൽ അരച്ചെടുക്കാം. കൽക്കഷൻ ഇടണം കേട്ടോ, അല്ലെങ്കിൽ കുഞ്ഞ് കുറച്ച് മധുരമാകുമ്പോൾ കഴിക്കും. ഇതിലേക്ക് കൽക്കഷൻ ഇട്ട് കൊടുക്കുക. കൽക്കഷൻ ഇട്ട് കൊടുത്തെങ്കിൽ പിന്നെ കുറച്ച് മധുരമാവും. അപ്പോൾ കഴിക്കും. ചൂടുവെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടായിട്ട് അരച്ചെടുത്തിട്ട് കുപ്പിയിലാക്കിയിട്ട് കൊടുക്കാൻ കഴിയും. ഈ ചൂടുവെള്ളം ആയിട്ടുണ്ട്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് അരച്ചെടുക്കാം.
ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് കുപ്പിയിലേക്ക് നിറച്ചിട്ട് ഇങ്ങനെ ആകുമ്പോൾ പിന്നെയും കുടിക്കുന്നു. മറ്റേ കാമ കടത്തിയിട്ട് ഒക്കെ കൊടുക്കുമ്പോൾ തീരെ കഴിക്കുന്നില്ല, നമ്മൾ പുറത്തു പോകുന്നുണ്ടോ. അപ്പം നമുക്കിത് ഫില്ലാക്കിയിട്ട് കൊടുക്കാം. ഉച്ചക്കൊരു മണിയായി. അപ്പം നമുക്ക് ചോറിന് കറി ചെറുപയർ വെള്ളമാണ് കേട്ടോ. ചെറുപയർ വെള്ളവും ചോറും അച്ചാറും വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചോറ് അങ്ങനെ നല്ല ചോറും ചെറുപയർ വെള്ളം എത്തിയിട്ട് നമ്മൾ തിന്നാൻ പോവാന്ന്. നമുക്ക് ചെറുപയർ കഞ്ഞിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചെറുപയർ കറിയാക്കിയിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് തിന്നലുണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തിന്നാനെല്ലാം. അങ്ങനെ ഈവനിങ് ആയി, നമ്മൾ ഉറങ്ങിപ്പോയി. അപ്പോൾ കുഞ്ഞിക്ക് ഉച്ചക്ക് കഞ്ഞി എടുക്കാന്ന് വെച്ചിട്ടുണ്ടായതാണ്. അപ്പോൾ കോള ഉറങ്ങി. എന്നിട്ടോള് വൈകുന്നേരം എണീച്ചിട്ടാകുമ്പോൾ ഒക്കെ ഞാൻ പിന്നെ എന്നാൽ മുത്താരി ആക്കിയിട്ട് കൊടുക്കാമെന്ന്, മുത്താരി കുറുക്കിയിട്ട് കൊടുക്കാമെന്ന് എന്നിട്ടാണ് മുത്താരി കുറുക്കിയിട്ട് കൊടുത്തത്. രാവിലെ കായ് കൊടുത്ത് ഉച്ചക്ക് കഞ്ഞി കൊടുക്കാന്ന് വെച്ചിട്ട് നിന്നതാണ്. അപ്പോൾ കോള ഉറങ്ങിപ്പോയി, ഞാൻ അമ്മ ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ മുത്താരി കുറുക്കിയിട്ട് കൊടുക്കാന്നിട്ട് മുത്താരി കൊടുക്കുന്നതാണ്. ഓക്ക് അങ്ങനെ ഇങ്ങനെ ഞാനൊന്നും കൊടുക്കലില്ല. പിന്നെ നമ്മ തിന്നുമ്പോൾ ഒന്നിങ്ങനെ വായിലെല്ലാം വെച്ച് കൊടുക്കും, മറ്റച്ചാലായിട്ടൊന്നും കൊടുക്കലില്ല. വൈകുന്നേരം ചായ കൂട്ടാൻ റസ്ക് പിന്നെ സമൂസ വാങ്ങിയിട്ട് സമൂസയും പിന്നെ മുട്ട അതെല്ലാം വാങ്ങിയിരുന്നു ലേറ്റ് ചായ കൂട്ടാൻ. അപ്പം നമുക്ക് ചായ കുടിക്കാം. ചായ വെച്ചിട്ടുണ്ട്. ഉമ്മ നേരത്തെ വെള്ളം വെച്ചിന് പാലുണ്ടാക്കുമ്പോൾ പാൽ ഒഴിച്ച് നമുക്കിത് ചായ ആയതിനു ശേഷം ചായ കുടിക്കാം. നമ്മൾ സമൂസയും ചായയും കുടിക്കാന്ന്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈകുന്നേരമായി, ഒരു 6 മണിയായി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോ ബെല്ലൈക്കനും കൂടി അമർത്തുക. നല്ല വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.